കേരളത്തിലെ മാധ്യമങ്ങൾക്ക് ഇന്ന് രാവിലെ മുതലുള്ള വിഷയം തെലങ്കാന മുഖ്യമന്ത്രി രേവന്ത് റെഡ്ഡിയുടെ പോ മോനെ വിജയ വിളിയും ഡാഷ് മോനെ രേവന്ത് എന്ന മുഖ്യമന്ത്രി പിണറായി വിജയൻ്റെ മറുപടിയുമാണ്. 10 കൊല്ലം മുന്നെയാണെങ്കിൽ രേവന്ത് റെഡ്ഡി വയറ് നിറച്ച് പിണറായിയുടെ വായിൽ നിന്ന് കേട്ടിട്ടേ വീട്ടിൽ പോകുമായിരുന്നുള്ളൂ എന്ന കാര്യത്തിൽ കേരളത്തിൽ ആർക്കും സംശയമുണ്ടാകാൻ ഇടയുള്ള കാര്യവുമല്ല. പറയാൻ പോകുന്നത് ഇതൊന്നുമല്ല, 3 പാട്ടുകളെക്കുറിച്ചാണ്. കഴിഞ്ഞ ഒരാഴ്ചയോളമായി സോഷ്യൽ മീഡിയയിൽ നിറഞ്ഞു നിന്നതും കഴിഞ്ഞ ദിവസങ്ങളിൽ കേട്ടതുമായ 3 പാട്ടുകൾ. കോൺഗ്രസിൻ്റെ കഴുത്തിൽ വീണ അനുനിമിഷം മുറുകിക്കൊണ്ടിരിക്കുന്ന കുരുക്കാണ് ആ പാട്ടുകൾ. മാധ്യമങ്ങൾ ശ്രദ്ധിക്കാതെ പോയതോ അല്ലെങ്കിൽ അവഗണിച്ചതോ ആയ ആ പാട്ടുകളും ആ പാട്ടുകളുടെ രാഷ്ട്രീയ ഉള്ളടക്കവുമാണ് ഇന്നത്തെ ന്യൂസ് ലാബ് പങ്കുവെക്കുന്നത്. പ്രിയ പ്രേക്ഷകർക്ക് ന്യൂസ് ലാബിൻ്റെ പുതിയ എപ്പിസോഡിലേക്ക് സ്നേഹപൂർവ്വം സ്വാഗതം. വിഷയം വയനാടാണ്. ഞാൻ നേരത്തെ ന്യൂസ് ലാബിൻ്റെ 1-2 എപ്പിസോഡുകളിൽ CPM കാണിച്ച മണ്ടത്തരം എന്ന് വിശേഷിപ്പിച്ച ഒന്നാണ് വയനാടിൻ്റെ ദുരന്ത ചിത്രത്തെ ചൂണ്ടിക്കാട്ടി കോൺഗ്രസ് ഫണ്ട് പിരിച്ചതും മുക്കിയതും ഈ പാർട്ടി ചൂണ്ടിക്കാണിക്കുന്നില്ലല്ലോ എന്ന്. പക്ഷേ പാർട്ടി മാത്രമല്ല, ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയും കോൺഗ്രസിൻ്റെ ഫണ്ട് തട്ടിപ്പ് അത്ര വലിയ ആയുധമായി കണക്കാക്കിയല്ല മുന്നോട്ട് പോയതും. പക്ഷേ പ്രചാരണത്തിൻ്റെ അവസാന ദിവസങ്ങളിൽ മുഖ്യമന്ത്രി തന്നെ കോൺഗ്രസിൻ്റെ വയനാട് ഫണ്ട് തട്ടിപ്പ് ഒരു പ്രത്യേക വിഷയമായി തന്നെ പരിഗണിച്ച് രംഗത്തെത്തി. ഫേസ്ബുക്ക് പോസ്റ്റായും വാർത്താ സമ്മേളനങ്ങളുടെ മറുപടികളായും മുഖ്യമന്ത്രി ഇക്കാര്യത്തെ ലൈവാക്കി നിലനിർത്തി. ഇതോടെ ഇടതുമുന്നണിയാകെ കോൺഗ്രസിൻ്റെ തട്ടിപ്പ് പൊതുമധ്യത്തിൽ വലിയ തോതിൽ ഉയർത്തിക്കാട്ടുകയും ചെയ്തു. ആദ്യം ആ കുട്ടീൻ്റെ വീട് വെച്ച് കൊടുക്കട്ടെ. വയനാട്ടിലൊരു കുട്ടി, എന്തേലും ആ കുട്ടീൻ്റെ പേര് ശ്രുതി. ആ വീട് ആദ്യം വെച്ച് കൊടുക്കട്ടെ, എന്നിട്ട് മറ്റു കാര്യങ്ങളെപ്പറ്റി നമുക്ക് പറയാം. അപ്പോഴാണ് ഈ പറഞ്ഞ കാര്യങ്ങൾക്ക് വിലയുണ്ടെന്ന് മനസ്സിലാകുക. അല്ലെങ്കിൽ എന്തും പറയാലോ. ഈ പറയുന്നതിൻ്റെ ഭാഗമായിട്ട് എത്രത്തോളാണ് നടപ്പാകുക എന്നുള്ളത് നമുക്കെല്ലാം അറിയാവുന്ന കാര്യമാണ്. കോൺഗ്രസ് എന്നുള്ളവർക്ക് അവരെ ഓഫർ ചെയ്ത വീട് അതിനുള്ള പണം കിട്ടുമെന്നാണ് കണക്കാക്കുന്നത്. പക്ഷേ അവരെ പണത്തിലെ സ്ഥിതി ഇപ്പം കണ്ടല്ലോ. പണം എവിടെയാന്നൊരു പിടിയില്ലായിരുന്നു. എല്ലാ കാര്യങ്ങൾക്കും പഠിച്ചു മാത്രം ഉത്തരം പറയുന്ന VD സതീശൻ മുതൽ KPCC അധ്യക്ഷൻ സണ്ണി ജോസഫ് വരെ, കോൺഗ്രസ് ദേശീയ ജനറൽ സെക്രട്ടറി KC വേണുഗോപാൽ മുതൽ സാക്ഷാൽ രാഹുൽ ഗാന്ധിയും പ്രിയങ്ക ഗാന്ധിയും വരെ പെട്ടു എന്ന് വെച്ചാൽ അടിമുടി പെട്ടു. ഈ സമയത്താണ് കല കുവൈത്ത് എന്ന സംഘടന, CPM ആഭിമുഖ്യമുള്ള സംഘടന, ഒരു പാട്ട് അവതരിപ്പിച്ചത്. വലിയ മുന്നൊരുക്കമൊന്നുമില്ലാതെ ഒരു മുറിയിൽ ഒത്തുകൂടിയിരുന്ന് പാടിയ പാട്ട് അത് കയറിയങ്ങ് വൈറലായി. 33 കോടി ഫണ്ടുകളെല്ലാം പറ്റിച്ചെടുത്തൊരു കോൺഗ്രസ് ഇതല്ലേ വയനാട്ടിലെ വീടിന എന്ന് പറഞ്ഞ് പറ്റിച്ചെടുത്തൊരു പൈസയാണല്ലേ. കോൺഗ്രസേ നിങ്ങൾ പിരിച്ചതല്ലേ, ഞങ്ങൾ മറന്നെന്ന് വിചാരിക്കല്ലേ. ഓ തയ്യാറക്കാരാ, കോൺഗ്രസേ നിങ്ങൾ പിരിച്ചതല്ലേ, ഞങ്ങൾ മറന്നെന്ന് വിചാരിക്കല്ലേ. ഓ തയ്യാറക്കാരാ, പറഞ്ഞു നടന്നു നുണകൾ എന്നിട്ടുമേറ്റില്ല കേരള നാട്ടിൽ. ഇടതിൻ ഗവൺമെന്റ് നിർമ്മിച്ചു നൽകി ചൂരൽമലയിലെ വീടുകളെല്ലാം. പാവം വയനാടിനെ പറ്റിച്ചില്ലേ നിങ്ങൾ കോൺഗ്രസുകാരെ. എല്ലാവരുടെയും ചുണ്ടുകളിൽ ഓടിയെത്തുന്ന ഈണമാണ് പറശ്ശിനിക്കടവ് മുത്തപ്പൻ ഭക്തിഗാനമായ 30 മുക്കോടി ദേവകൾക്കെന്നും എന്ന് തുടങ്ങുന്ന പാട്ട്. ആ ഈണത്തിലും താളത്തിലുമാണ് കലയുടെ പ്രവർത്തകർ വയനാട് പുനരധിവാസ ഫണ്ട് തട്ടിപ്പിനെ തുറന്നു കാട്ടുന്നത്. ഫണ്ട് എവിടെ വീടെവിടെ കോൺഗ്രസ് എന്ന പാട്ട് 2-2.5 മിനിറ്റേ ഉള്ളൂ. പക്ഷേ അതിൻ്റെ ഉള്ളടക്കം കോൺഗ്രസിൻ്റെ ഉറക്കം കെടുത്താൻ ശേഷിയുള്ളതാണ്. പറഞ്ഞു വന്നതിലെ പ്രധാന സംഗതി, ഈ പാട്ട് കേരളത്തിലെ 140 മണ്ഡലങ്ങളിലും കഴിഞ്ഞ കുറച്ച് ദിവസമായി അനൗൺസ്മെൻറ്റ് വാഹനങ്ങളിൽ ഉയർന്നു കേൾക്കുകയാണ്. അതേ വരികളും ഈണവും താളവുമെല്ലാം പക്ക പ്രൊഫഷണലായി CPM പുറത്തിറക്കി. ഇന്നത്തെ കലാശക്കൊട്ടിൽ കേരളം ഏറ്റവും കൂടുതൽ തവണ കേട്ട പാട്ടും ഇതുതന്നെയാണ്. രാഹുൽ ഗാന്ധി മുതൽ രാഹുൽ മാങ്കൂട്ടം വരെയുള്ളവരുടെ ദൃശ്യങ്ങൾ ചേർത്തും ഈ പാട്ട് സോഷ്യൽ മീഡിയയിൽ വൈറലായി. മുക്കോടി ഫണ്ടുകളെല്ലാം പറ്റിച്ചെടുത്തൊരു കോൺഗ്രസ് ഇതല്ലേ വയനാട്ടിലെ വീടിന എന്ന് പറഞ്ഞ് പറ്റിച്ചെടുത്തു
പൈസയാണല്ലേ. ഫണ്ട് വീടെ 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 കോൺഗ്രസേ നിങ്ങൾ തിരിച്ചതല്ലേ, ഞങ്ങൾ മറന്നെന്നു വിചാരിക്കല്ലേ ഓ തെയ്യാറത്താര. ഫണ്ട് വീടെ 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 കോൺഗ്രസേ നിങ്ങൾ തിരിച്ചതല്ലേ, ഞങ്ങൾ മറന്നെന്നു വിചാരിക്കല്ലേ ഓ തെയ്യാറത്താര. പാടിപ്പറഞ്ഞു നടന്നു നുണകൾ എന്നിട്ടുമെറ്റില്ല കേരള നാട്ടിൽ ഇടതിൻ ഗവൺമെന്റ് നിർമ്മിച്ചു നൽകി ചൂരൽമലയിലെ വീടുകളെല്ലാം. പാവം വയനാടിനെ പറ്റിച്ചില്ലേ നിങ്ങൾ കോൺഗ്രസുകാരെ. രണ്ടാമത്തെ പാട്ട് ടൊവിനോ തോമസ് നായകനായ അജയൻ്റെ രണ്ടാം മോഷണം എന്ന സിനിമയിലെ സൂപ്പർ ഹിറ്റ് ഗാനമായ അങ്ങ് വാനക്കോണില് മിന്നി നിന്നൊരമ്പിളി എന്ന ഗാനത്തിൻ്റെ ഈണത്തിൽ ചിട്ടപ്പെടുത്തിയതാണ്. അങ്ങ് ചൂരൽ മലയിൽ മാരി നിന്നു പെയ്ത നാൾ വന്ന് ശവം തൂക്കുകൾ UDF-കാർ എന്ന് തുടങ്ങുന്ന പാട്ടും ഇതിനകം ഹിറ്റായി കഴിഞ്ഞു. 4 മിനിറ്റിലേറെ നീളുന്ന പാട്ട് ആദ്യത്തെ പാട്ടിനേക്കാൾ കടുപ്പമുള്ള വിമർശനം ഉന്നയിക്കുന്നു. അങ്ങ് ചൂരൽ മലയില് മാരി നിന്നു പെയ്ത നാൾ വന്നു ശവം തൂക്കികൾ UDF-കാർ. അങ്ങ് ചൂരൽ മലയില് മാരി നിന്നു പെയ്ത നാൾ വന്നു ശവം തൂക്കികൾ UDF-കാർ. മണ്ണടിഞ്ഞു പോയവരെ വിറ്റു തിന്ന വഞ്ചകർ, കണ്ണിൽ ചോരയറ്റവർ, ഫണ്ടു കട്ടവർ, ജീവൻ വെടിഞ്ഞൊരുടെ പേരിലും കിശ വീർപ്പിച്ചവരാ. UDF എന്ന കാര്യം നമ്മളീ നാടു മറക്കയില്ല. ചോരമണമുള്ളോരാ കാശിനാൽ തിന്നു വീർക്കുന്നവരാ. UDF എന്ന മൂന്നാമത്തെ പാട്ടും അതിഗംഭീരമാണ്. ചോദ്യശരങ്ങളാൽ സമ്പന്നം, ഒരു റോക്ക് ഫീൽ തരുന്ന പാട്ട്. വീടെ കോൺഗ്രസേ കാശെവിടെ കോൺഗ്രസേ, തീവെട്ടിക്കൊള്ളയുടെ ആപ്പെവിടെ കോൺഗ്രസേ, ചൂരൽ മലയിലെ പാവം ജനതയെ വഞ്ചിച്ചു മുക്കി. തൊണ്ട പൊട്ടുമാർ ഉച്ചത്തിലുള്ള മുദ്രാവാക്യം വിളികളും അനൗൺസ്മെന്റ് വാഹനങ്ങളുടെ അലർച്ചയും അണികളുടെ ആരവവും കാഴ്ചക്കാരുടെ ആകാംക്ഷയുമൊക്കെയായി നിയമസഭാ തെരഞ്ഞെടുപ്പിൻ്റെ പരസ്യപ്രചാരണം കൊട്ടിക്കലാശിച്ചിരിക്കുന്നു. നമ്മൾ ഇതുവരെ 3 പാട്ടുകളെക്കുറിച്ച് പറഞ്ഞു. പറഞ്ഞ വാക്ക് പാലിക്കാതെ ആ പാട്ടുകളിൽ നിന്ന്, ആ പാട്ടുകളിലൂടെ ഉയർന്ന ചോദ്യങ്ങൾക്ക് കോൺഗ്രസ്സിന് മോചനമുണ്ടാകില്ല. ഇവിടെ യഥാർത്ഥ കോൺഗ്രസ്സുകാർ, അതായത് നല്ല കോൺഗ്രസ്സുകാർ, അങ്ങനൊരു വിഭാഗം ഉണ്ടെന്ന് തന്നെയാണ് ഞാൻ വിശ്വസിക്കുന്നത്. പറഞ്ഞു വരുന്നത് ഗാന്ധിയൻ ആദർശങ്ങൾ മുറുകെ പിടിച്ച് ആരുടെയും കക്കാതെയും മുക്കാതെയും രാഷ്ട്രീയ ജീവിതം മുന്നോട്ട് കൊണ്ടുപോകുന്നവരെക്കുറിച്ചാണ്. രാഹുൽ ഗാന്ധിക്കോ പ്രിയങ്ക ഗാന്ധിക്കോ VD സതീശനോ KC വേണുഗോപാലിനോ സണ്ണി ജോസഫിനോ ഈ പാട്ടോ അതിലെ ചോദ്യങ്ങളോ ഒരിക്കലും അലോസരപ്പെടുത്തില്ല. പക്ഷേ ഞാനീ പറഞ്ഞ യഥാർത്ഥ കോൺഗ്രസ്സുകാരുണ്ടല്ലോ, അവരുടെ തൊലി ഉരിഞ്ഞു പോകുന്നതാണ് നിങ്ങളിൽ നടത്തിയ വയനാട് ഫണ്ട് തട്ടിപ്പ്. തട്ടിപ്പ് നടത്തിയത് കൊണ്ടാണല്ലോ ഈ കാണായ പാട്ടുകളൊക്കെയും പിറന്നത്. മുക്കോടി ഫണ്ടുകളെല്ലാം പറ്റിച്ചെടുത്തൊരു കോൺഗ്രസ് ഇതല്ലേ, വയനാട്ടിലെ വീടിന എന്ന് പറഞ്ഞ് പറ്റിച്ചെടുത്തൊരു പൈസയാണല്ലേ. ഫണ്ട് വീടെ 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 കോൺഗ്രസേ നിങ്ങൾ തിരിച്ചതല്ലേ, ഞങ്ങൾ മറന്നെന്നു വിചാരിക്കല്ലേ ഓ തെയ്യാറത്താര. ഫണ്ട് വീടെ 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 കോൺഗ്രസേ നിങ്ങൾ തിരിച്ചതല്ലേ. വീടെ കോൺഗ്രസേ കാശെവിടെ കോൺഗ്രസേ, തീവെട്ടിക്കൊള്ളയുടെ ആപ്പെവിടെ കോൺഗ്രസ്. അങ്ങ് ചൂരൽ മലയില് മാരി നിന്നു പെയ്ത നാൾ വന്നു ശവം തൂക്കികൾ UDF-കാർ. അങ്ങ് ചൂരൽ മലയില് മാരി നിന്നു പെയ്ത നാൾ വന്നു ശവം തൂക്കികൾ UDF-കാർ. നിശബ്ദ പ്രചാരണത്തിൻ്റെ ഒരു നാൾ കൂടി കടന്നാൽ വോട്ടെടുപ്പ് ആരംഭിക്കുകയായി. നന്നായി ചിന്തിച്ച്, നമ്മളുടെയും നമ്മളുടെ നാടിൻ്റെയും ഭാവിയെക്കുറിച്ച് ചിന്തിച്ച് നല്ലൊരു തീരുമാനത്തിലെത്തി ജനാധിപത്യത്തിൻ്റെ മഹോത്സവത്തിൽ പങ്കാളികളാകാൻ
ഓരോ വോട്ടർമാരെയും ഓർമ്മപ്പെടുത്തിക്കൊണ്ട് ന്യൂസ് ലാബിൻ്റെ ഈ ലക്കം പൂർണ്ണമാകുന്നു. നന്ദി, നമസ്കാരം.